Okay, good morning. അപ്പോൾ നമ്മുടെ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അബൌട്ട് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. ബേസിക് ഐഡിയ ക്യൂ കൂളോം ചാർജ്. ഇത് ഒരു ഫീൽഡിൽ ഇലക്ട്രിക് ഫീൽഡിൽ റെസ്റ്റിലാണ്. എനിക്കറിയാം ഇപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയെന്ന് ചോദിച്ചാൽ ക്യൂ ഇ ആണ്. വെക്ടർ ഫോമിൽ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. ഫോഴ്സിന്റെ ഡയറക്ഷൻ ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ. അതായത് ഫീൽഡിലാണ് ചാർജ് പ്ലസ് ക്യൂ ആണെങ്കിൽ പ്ലസ് ക്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഈ ഫീൽഡിനെ റിപ്പൽ ചെയ്യും. അപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അതിൽ ചാർജ് നെഗറ്റീവ് ക്യൂ ആണെങ്കിൽ ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഈ ചാർജിനെ ഫീൽഡിനെ എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. അപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫോഴ്സുമായി ബന്ധപ്പെട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മുടെ ഡിസ്കഷൻ ഇതാണ്. Force parallel, anti-parallel, that depends on the polarity of the charge. Force in equation F is QE. ഇത് റെസ്റ്റിന് പകരം ഇതേ ചാർജ് മോഷനിൽ വന്നു എന്നിരിക്കട്ടെ. ഈ ചാർജ് മോഷനിലാണ്, മൂവിങ് ചാർജ് ആണ്. അത് ഈ ഫീൽഡിലൂടെ ട്രാവൽ ചെയ്താൽ still the force is QE. That means this force is independent of state of the charge. ചാർജിന്റെ സ്റ്റേറ്റിന് ഇൻഡിപെൻഡന്റ് ആണ്. ഇത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ ഡിസ്കഷനാണ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മാഗ്നറ്റിക്സിലേക്ക് വരികയാണ്. മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. നമുക്കറിയാം ക്യൂ കൂളോം ചാർജ് റെസ്റ്റ് ഇരുന്നാൽ അത് ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ ഉണ്ടാക്കൂ. ഇത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. ബട്ട് വെൻ ദ സെയിം ചാർജ് ഈസ് ഇൻ മോഷൻ, നൗ ദിസ് ചാർജ് ഈസ് കേപ്പബിൾ ഓഫ് പ്രൊഡ്യൂസിംഗ് ബോത്ത് ഇലക്ട്രിക് ആൻഡ് magnetic field. Q coulomb charge, that it is traveling with a velocity v meter per second, that enters a magnetic field of b Tesla. നോക്കൂ, ഫീൽഡിന്റെ യൂണിറ്റ് ആണ് ടെസ്ല. as a യൂണിറ്റ് തന്നെയാണ്. ഇപ്പോൾ Q coulomb ചാർജ് v മീറ്റർ പെർ സെക്കൻഡിൽ b ടെസ്ലയിലൂടെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ, മാഗ്നറ്റിക് ഫോഴ്സിനെ ലോറൻസ് ഡെഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലോറൻസ് പറഞ്ഞത് ഇപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ജനറൽ എക്സ്പ്രഷൻ Q ഇൻറ്റു വി ക്രോസ് ബി എന്നാണ്. ആൻഡ് ദിസ് ഫോഴ്സ് ഈസ് കാൾഡ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്. സോ വെൻ Q coulomb charge is traveling through a field of intensity capital B with a velocity v meter per second, then it experiences a force called magnetic Lorentz force, and its value is Q into v cross b. അപ്പോൾ ഫോഴ്സ് ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. Q into what is v cross b? a cross b പോലെ a b sin theta. അപ്പോൾ v b sin theta. What is force എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Q into v cross b ആണ്, അല്ലെങ്കിൽ Q v b sin theta ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ആംഗിൾ ഡിപ്പെൻഡന്റ് കൂടെയാണ് ഫോഴ്സ്. വാട്ട് ഈസ് തീറ്റ? തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ വി ആൻഡ് വെക്ടർ ബി എന്നിവിടെ പറയാം അല്ലേ. വി വെക്ടറും ബി വെക്ടറും തമ്മിലുള്ള ആംഗിൾ ആണ്. അപ്പോ ഈ ഫോഴ്സ് തന്നെ നിങ്ങൾക്ക് നോക്കൂ, മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ഞാൻ വീണ്ടും വരുന്നു. Q coulomb charge v meter per second b ടെസ്ലയുടെ ട്രാവൽ ചെയ്യുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സ് Q into v cross b ആണ്, ഓർ F is equal to Q v b sin theta ആണ്. സോ ഫോഴ്സ് ആംഗിൾ ഡിപ്പെൻഡന്റും ആണ്. ഇനി നോക്കിക്കോളൂ, F is Q into v cross b ആണ്. v cross b ക്രോസ് പ്രോഡക്റ്റ് ആകുന്നു. അപ്പോൾ F എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റ് ആണ്. എന്തിന്റെ? വിയുടെയും ബിയുടെയും. അങ്ങനെയാണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാടാ? ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഫോർ എക്സാമ്പിൾ, ഇത് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. ഇത് നിങ്ങളുടെ വെലോസിറ്റി വെക്ടർ ആണ്. തീറ്റ ആംഗിളിൽ ട്രാവൽ ചെയ്യാണ്. വി ക്രോസ് ബി എങ്ങനെ കണ്ടുപിടിക്കും? ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ, സ്ക്രൂ റൂൾ, റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൂൾ. ഇപ്പോൾ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂവിനെ എടുത്തു വെച്ച് വി ക്രോസ് ബി ആണെങ്കിൽ ബിന്ന് ബിയിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത ഒരു സ്ക്രൂവിനെ എടുത്തു വെച്ചിട്ട് ബിന്ന് വിയിലേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രൂവിന്റെ ടിപ്പ് അങ്ങോട്ട് പോകും, അകത്തേക്ക് പോകും. അപ്പോൾ വി ക്രോസ് ബിയുടെ ഡയറക്ഷൻ അങ്ങോട്ട് ഇൻടു ദി പേജ്. സോ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഹിയർ ഈസ് ഇൻടു ദി പേജ്. അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ മതി. ഇതാണ് നമുക്ക് എളുപ്പം അല്ലേ. വി ക്രോസ് ബി തമ്പ് ഗീവ്സ് എ ഡയറക്ഷൻ ഓഫ് ക്രോസ് പ്രൊഡക്റ്റ്.
Here the thumb gives the direction of force V cross B into the page. So here the direction of force is into the page. Force in the direction എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ into ആണ്, അകത്തേക്കാണ്, into the page ആണ്. അത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ അറിയാം. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. V cross B അല്ല, B cross V. Cross product is not, A cross B is not equal to B cross A. പഠിച്ചിട്ടുണ്ട്. അപ്പോൾ V cross B യുടെ ഡയറക്ഷൻ എടുത്തോളണം. ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തു. ക്ലിയർ? ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ക്ലിയർ? ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്തത് F=QBB sin θ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ക്ലിയർ ആണ് ആംഗിൾ ഡിപെൻഡന്റ് ആൻഡ് ഫോഴ്സ്. ലെറ്റ് ഞാനൊരു കണ്ടീഷനിലേക്ക് പോവുകയാണ്. ഒരു കേസുകൾ നമ്മൾ അങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൽ ലോറൻസ് ഡെഡ്യൂസ് ചെയ്ത ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ലോറൻസ് ഡെഡ്യൂസ് ചെയ്ത ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് Q into V cross B. Or the magnetic Lorentz force is QVB sin theta. Case 1. Let theta equals 0. Now theta 0 varnongil. What is theta? Angle between vector V and vector B. You are parallel. Now velocity vector parallel field vector. V B parallel. Theta 0 ആയാൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. QVB sin 0. Sin 0 is 0. So the force is 0. So when V and B are parallel, velocity vectorum field vectorum parallel വന്നു കഴിഞ്ഞാൽ the charge does not experience any force. അപ്പോൾ നിക്ക് Q കൂളോം ചാർജിനെ എടുത്ത് ഫീൽഡിൽ എങ്ങനെ നിങ്ങൾ ട്രാവൽ ചെയ്താലും, റെസ്റ്റിൽ വെച്ചാലും മോഷനിൽ വെച്ചാലും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ നിങ്ങൾ ട്രാവൽ ചെയ്താലും ഫോഴ്സ് റിമെയിൻസ് QE. ഇവിടെ അതല്ല, ഇവിടെ ആംഗിൾ ഡിപ്പെൻഡൻ്റ് ആണ്. ഫോഴ്സിന് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്ത് 0 ആക്കി മാറ്റാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ വിയും ബി. അപ്പം വെലോസിറ്റി വെക്ടർ ചാർജിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഫീൽഡിന് പാരലായി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആൻറ്റി പാരലൽ വന്നു കഴിഞ്ഞാലും, അപ്പോൾ തീറ്റ 0യോ 180യോ വന്നു കഴിഞ്ഞാൽ, parallel or anti-parallel, the force is reduced to 0. Now case 2. Let theta equals 90 degree. Theta 90 degree ആണെന്നിരിക്കട്ടെ. Theta 90 degree വന്നു കഴിഞ്ഞാൽ ഈ ഫോഴ്സ് എന്തായി മാറും? നിങ്ങൾ പറയും ഫോഴ്സ് is QVB sin 90. What's the value of sin 90? It is 1. So your answer is QVB. ഇവിടെ QVB sin θ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നിങ്ങൾ എഴുതിയാലേ, QVB sin θ എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ എഴുതിയാലേ, sin θയുടെ മാക്സിമം വാല്യൂ 1 ആണ്. എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ മാക്സിമം വാല്യൂ QVB ആണ്. അപ്പോൾ ചാർജിന് മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, when velocity vector is perpendicular to the field vector. Now the force become maximum. QVB maximum ആയി. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ, ഫോർ എക്സാമ്പിൾ ഞാൻ വെലോസിറ്റി വെക്ടറിന്റെ ഡയറക്ഷൻ ഫീൽഡും നമ്മുടെ പ്ലെയിൻ 2 ഡയമെൻഷൻ ആണ്, വിയും ബിയും കൊടുത്തു കഴിഞ്ഞാൽ ആ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയ ഡയറക്ഷനിലായിരിക്കും എന്ത് വരിക? ഫോഴ്സ് വരിക. അതിലും ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ എപ്പോഴും വിയും ബിയും ഏത് പ്ലെയിനിലാണോ ആ പ്ലെയിനിന് എന്തായിരിക്കും? ആ പെർപെൻഡിക്കുലർ വന്നേ മതിയാവും. അപ്പോൾ ഇവിടെ വിയും ബിയും എഫും എല്ലാം എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നറിയുക. Is that clear? അപ്പോൾ കേസ് 3. തീറ്റയുടെ വാല്യൂ നമ്മൾ തീറ്റ എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഒരു ആംഗിൾ മേക്ക് ചെയ്തു. നൗ ദ ഫോഴ്സ് ബിക്കം QVB sin θ. ഇത്തരം കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ലോറൻസ് ഫോഴ്സിനെ കുറിച്ച് ഒരു സിമ്പിൾ ഐഡിയ ആണ് ഇവിടെ ഉണ്ടാക്കിയത്. ലോറൻസ് ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും നമ്മളൊരു കമ്പാരിസൺ നിങ്ങൾക്ക് മനസ്സിലായി. മറ്റേതാണെങ്കിൽ ഫിസിക്കൽ QE എന്ന് ഡയറക്റ്റ് എഴുതിയാൽ മതി. ഇതങ്ങനെ എഴുതാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ Q × V cross B എന്ന ഫോർമാറ്റിൽ എഴുതി 3 ഫോഴ്സിലേക്ക് എത്തി. ഇത്രയും കാര്യം ഒന്ന് കൃത്യമായി മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ, ഈ ഓരോ കേസിലെയും നമ്മുടെ ചാർജ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷൻ അഥവാ അതിൻ്റെ ട്രജക്ടറി ഓഫ് മോഷൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ഒന്ന് മനസ്സിലാക്കുക.
ലോറൻസ് ഫോഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഞാൻ എന്താ പറയുക, നിങ്ങളുടെ അടുത്ത് സ്ക്രൂ റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തു വെച്ചൊന്ന് കൃത്യമായി ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്. ഓക്കെ, ബൈ.